പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ധന്യനായകാധിപതിയും താൻ മാത്രം അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായവൻ തന്നെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വിളങ്ങി ജഡത്തിൽ വെളിപ്പെട്ട പുത്രനാമേശുവിൽ നമുക്ക് തൻ്റെ സ്വരൂപം വെളിപ്പെടുത്തിയ സ്നേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത ഇവയ്ക്കൊന്നും ഒരു നാളും മാറ്റമില്ലാത്തവനാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അത് പഴയ നിയമത്തിലെ ശപ്രവാചകത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. യഹോവയായ ദൈവം മാറ്റമില്ലാത്തവൻ, ഞാൻ അനന്യൻ തന്നെ എന്ന് പറയുകയാണ്. ദ സെയിം. ഇന്നലകളിലെ ദൈവം ഇന്നും നാളെയും എക്കാലത്തും അവിടുന്ന് തൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ലാതെ അവിടെ നിലകൊള്ളുന്ന ദൈവമാണ്. മാറ്റങ്ങൾക്ക് വിധേയനല്ല. ആ ദൈവത്തിൻ്റെ ദർശനം ലഭിച്ച ഓരോ ഭക്തന്മാർ അവരുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതികൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ, ഇമോഷണലുമുണ്ട്, അല്ലാതെ അനുഭവവേദ്യമായ കാര്യങ്ങളുമുണ്ട്. എല്ലാം സംഗീതാത്മകമായ ഭാവത്തോടെ അവതരണത്തോടെ ക്രമീകരിച്ചിരിക്കുന്നതാണ് സങ്കീർത്തനമെന്ന് നമ്മൾ കാണുന്നത്. പലരും ഈ സങ്കീർത്തനം മുഴുവനും എഴുതിയിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു. പല ശീർഷകത്തിൽ പലരുടെയും പേര് പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാവരുടെയും അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് അറിയില്ല. അത് ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. ഏതായാലും എല്ലാം ദൈവികമായ നമ്മുടെ പ്രബോധനത്തിനും ആശ്വാസത്തിനും എല്ലാം വളർച്ചയ്ക്കുമെല്ലാം കാരണമായി തീരുന്നു. അതിലുപരി എല്ലാറ്റിൽ കൂടെയും കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വരച്ച് കാണിക്കുകയും ചെയ്യുന്നു. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് കിടന്ന കർത്താവായ യേശുക്രിസ്തു ഒരു വിദേശിയുടെ വേഷമാണ്. അവർക്ക് ആദ്യം മനസ്സിലായില്ല. അവനെ കാണാതെ കൊണ്ട് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എങ്കിലും തിരുവെഴുത്തുകളെ അവിടുന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഉടനെ അവർ അവനെ നിർബന്ധിച്ചു, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ പോയി. അവൻ പാർക്കാൻ പോയ ഭവനത്തിൽ അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി. ഉടൻ അവരുടെ കണ്ണ് തുറന്നു എന്നാണ് കാണുന്നത്. കാരണം അവൻ്റെ കയ്യിൽ ആണിപ്പഴുതെല്ലാം അവർ ശ്രദ്ധിച്ച് കാണും. എങ്ങനെയോ ആ തിരുവെഴുത്തുകളിൽ കൂടെ എല്ലാം അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുകയും അവരുടെ ഉള്ളം പുതുതാക്കപ്പെടുകയും അങ്ങനെ ആ പുതിയൊരു ഹൃദയത്തോടെ അവനെ ദർശിക്കുകയാണ്. വഴി നടന്ന് പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞത് അവൻ എന്താണ് ചെയ്തത്? അവിടുന്ന് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. അതിൻ്റെ 24 ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം 24 മുതൽ ഒക്കെ നമ്മളവിടെ കാണാനായിട്ട് സാധിക്കും. 26 വരുമ്പോൾ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെ നിവൃത്തിയാകണം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ തിരുവെഴുത്തിലും അവിടത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഇവിടെ കണ്ണു തുറക്കുകയാണ്. നമ്മളിത് വായിക്കുമ്പോഴും സങ്കീർത്തനത്തിലെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രത്യക്ഷത, ആ നിഴൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ നമ്മൾ വന്നിരിക്കുന്ന 59-ാമത്തെ സങ്കീർത്തനമാണ്. ഒരു ദീർഘമായൊരു സങ്കീർത്തനമാണ്. അത് നമ്മൾ ചിന്തിച്ച പോലെ യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് അവർ സങ്കീർത്തനത്തെ 5 പുസ്തകങ്ങൾ, എന്നാലും നമ്മൾ 3 പുസ്തകങ്ങൾ വരെ ചിന്തിച്ചു. 3-ാമത്തെ പുസ്തകമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. 3-ാമത്തെ പുസ്തകമാണ് 73 മുതൽ 89 വരെയുള്ളതാണ് 3-ാമത്തെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ 3-ാമത്തെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അത് ആരംഭം ദൈവത്തെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് തുടങ്ങി ആമേൻ ആമേൻ എന്ന് 2 ആവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടത് തീരുന്നതാണ് ഒരു സങ്കീർത്തനമാണ്. ഇതിൽ വിശേഷമായി കാണാനായിട്ട് പറ്റുന്നത്, നമ്മൾ കണ്ടു അവിടെ ദൈവം തിരഞ്ഞെടുത്ത, ദാവീദിൻ്റെ കാലത്ത് തിരഞ്ഞെടുത്ത 3 സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നവർ 3 പേരാണ്. അതിനകത്ത് ആസാഫ്, ആസാഫിൻ്റെ സങ്കീർത്തനങ്ങൾ ഒത്തിരി ഉണ്ട്.
പിന്നീട് നമ്മൾ കണ്ടു 88 എന്ന് പറയുന്നത് ഹേമാൻ്റെ ഒരു ധ്യാനമാണ്. എസ്രാഹനാസ് ഹേമാൻ, അവരുടെ ഒരു സങ്കീർത്തനമേ ഉള്ളൂ. ഇനി ഒരു സങ്കീർത്തനം 3 പേരായിരുന്നു, ആസാഫ്, ഹേമാൻ, ഏഥാൻ. ഏഥാൻ്റെ ഇതാണ് 89. എസ്രാഹനായി ഏഥാൻ്റെ ഒരു ധ്യാനം. ഓരോരോ സങ്കീർത്തനങ്ങൾ ഇവർ 2 പേരേ ഉള്ളൂ. ആസാഫ് വേറെ ചില സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇത് ക്രിസ്തുമസിനൊക്കെ ഇന്നത്തെ സഭകളിലൊക്കെ ചൊല്ലുന്ന ഒരു ജയഘോഷത്തിൻ്റെ സങ്കീർത്തനം എന്നെങ്കിലും പറയാം, വിജയത്തിൻ്റെ. ഇത് ഹിബ്രു ഇതനുസരിച്ച് 1-ാമത്തെ വാക്യത്തിൽ തന്നെ അവരൊരു സ്പെഷ്യൽ ഇത് പറയും. അതായത് മ്യൂസിക് ഡിറ്റ് എന്നും മ്യൂസിക് സിംഗേഴ്സ് സോങ് ഡിറ്റി എന്നും, സോങ് ഡിറ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിനുള്ള ആ ഒരു താളത്തിന് അത് പറയുന്നത്. അതിനോടനുബന്ധിച്ച് അവർ പറയും സിംഗേഴ്സ് ഡ്യൂട്ടി എന്ന് പറയും. സോങ് ഡിറ്റ് ആൻഡ് സിംഗേഴ്സ് ഡ്യൂട്ടി എന്ന് പറയും. എന്നിട്ട് യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറയായുള്ള എൻ്റെ വായ് കൊണ്ട് അതിൻ്റെ വിശ്വസ്തയെ അറിയിക്കും. ഇതിനെ ഡിറ്റ് എന്ന് പറയുന്നത്. അതവിടെ പിന്നെ ഒരു സങ്കീർത്തകൻ അല്ലെങ്കിൽ ഒരു സംഗീതം ഒരു പാട്ടുകാരൻ്റെ സംഗീതം ആലപിക്കുന്നവൻ്റെ ദൗത്യം, അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ ദൗത്യം ദൈവത്തെ സ്തുതിക്കുക, സിംഗേഴ്സ് ഡ്യൂട്ടി എന്നവിടെ പറയുകയാണ്. ഇവിടെ പറയാം, യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് പാടാനായിട്ട് എപ്പോഴും നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ കൃപകൾ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ കൃപകൾ, അപ്പോൾ കൃപകൾ പറയുകയാണെങ്കിൽ ആ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഞാൻ ആകുന്നത് ദൈവകൃപയിലാകുന്നു എന്ന് പൗലോസ് പുസ്തകം പറയുന്നുണ്ട്. ഞാൻ ആകുന്നത്, നമ്മൾ എന്തെങ്കിലും ആണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർക്കാനായിട്ട് സാധിക്കണം. രാവിലെ തോറും ദൈവത്തിൻ്റെ കൃപ, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദാനം, രക്ഷ ദൈവത്തിൻ്റെ ദാനം എല്ലാം. അപ്പോൾ ആ കൃപകളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കൃപകളെക്കുറിച്ച് പാടാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് തന്നെ ആ പാട്ട് വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന ആ ഗാനങ്ങൾ നമ്മൾ ആലപിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേരുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തന്നെ അത് നമുക്ക് തോന്നുകയാണ്. അത് സങ്കീർത്തനങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് അറ്റാച്ച്ഡായിട്ട്, നമ്മുടെ ജീവിതത്തോട് സാമ്യമായിട്ട് പലതെല്ലാം ഇങ്ങനെ എഴുന്നു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് എന്നേക്കും പാടണം. തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തത അറിയിക്കുമെന്ന് സങ്കീർത്തകൻ്റെ ആ ഒരു തീരുമാനം. ഇനി പറയുകയാണ്, ദയ എന്നേക്കും ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നു, നിൻ്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. ദയ, വിശ്വസ്തത, കൃപ, ഈ വാക്കുകളെല്ലാമാണ് അവിടെ ആവർത്തിച്ചു വരുന്നത്. നിൻ്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ഒരു കാര്യത്തിൽ നീ അവിശ്വസ്തനായിട്ടാണ്. മനുഷ്യർ നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാൽ അവൻ വിശ്വസ്തരായി പാർക്കുന്നു. തൻ്റെ വിശ്വസ്തതയ്ക്ക് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് സാധ്യമല്ലല്ലോ എന്ന് തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കും. ഇവിടെ തുടർന്ന് അവിടെ പറയുകയാണ്, എൻ്റെ വൃദ്ധനോട് ഞാൻ ഒരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിൻ്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിൻ്റെ സിംഹാസനത്തെ തലമുറയോടെ ഉറപ്പിക്കും. അവിടെ മ്യൂസിക് നോട്ട് തീരുന്നു. എൻ്റെ വൃദ്ധനോട് ഞാൻ ഒരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ്, ഒരു നിയമം ചെയ്തൊരു വ്യക്തി വൃദ്ധൻ എന്ന് പറയുന്നത്. ദൈവത്തോട് വിധേയത്വമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു വ്യക്തിയായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഒത്തിരി രാജാക്കന്മാർ വന്നിട്ടുണ്ടല്ലോ ദാവീദിൻ്റെ കാലത്തൊക്കെ. എന്നാലും എൻ്റെ വൃദ്ധനായ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഒരു രാജാവായിട്ട് ഒരു തുറയിലും നമ്മളത് എവിടെ ആക്കിയാലും അവിടെ എല്ലാ ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ എ കവനൻറ്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി ചെയ്ത ഒരു വ്യക്തികളായി നമ്മൾ മാറുമോ? അതേതൊരു ഓഫീസറായിരിക്കും ഇവിടട്ടെ, ഒത്തിരി ഓഫീസേഴ്സ് ഉണ്ട്. എന്നാൽ ഒരു വൃദ്ധനായ ഒരു ഓഫീസറായിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സമർപ്പണം എടുത്ത സെപ്പറേറ്റ് ഒരു സമർപ്പണം എടുത്ത് ഡിസിഷൻ എടുത്തതായി തീരുമാനമെടുത്ത വിശ്വസ്തനായ ഒരു വ്യക്തിയായി നമുക്ക് മാറാനായിട്ട് പറ്റുമോ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ സ്ഥലത്തും. ഇവിടെ രാജാക്കന്മാരുണ്ട്, പക്ഷെ ദാവീദ് വ്യത്യസ്തനായി ദൈവത്തിന് വേണ്ടി ദൈവത്തോട് തീരുമാനം ചെയ്തവനായി, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായി, ദൈവഹിതമൊക്കെയും എൻ്റെ ഹിതമൊക്കെയും ചെയ്ത ഒരു മനുഷ്യൻ എന്നാണ് ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷിക്കുന്നത്. അങ്ങനെ നമുക്ക് ദൈവഹിതം ചെയ്യുന്ന വൃതരായിരിക്കാൻ സാധിക്കുമോ? അങ്ങനെ വരുമ്പോൾ എൻ്റെ ദാസനായ ദാവീദിനോട് സത്യം ചെയ്യും, ദൈവം സത്യം ചെയ്യുക ദാവീദിനോട്. എന്താണ്? നിൻ്റെ സന്തതിയെ ഞാൻ എന്നേക്ക് സ്ഥിരപ്പെടുത്തും, നിൻ്റെ സിംഹാസനത്തെ തലമുറകൾ ഉറപ്പിക്കുമെന്ന്.
ഇതാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പരസ്യ ശുശ്രൂഷ വേളകളിലെല്ലാം ഒരു കുരുടനൊക്കെ ഇരുന്നു. ആ കുരുടൻ കാണുന്നില്ല, പക്ഷെ അവന് മനസ്സിലാകുകയാണ് ഇവൻ ദാവീദിൻ്റെ പുത്രനാകുന്നതാണെന്ന്. ദാവീദിൻ്റെ പുത്രൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു വ്യർത്ഥമായൊക്കെ പറഞ്ഞത് ദാവീദ് പുത്ര കരുണ തോന്നണം. അപ്പോൾ അവൻ്റെ ഇൻസൈറ്റ് കണ്ടോ, നമ്മൾ വെറുതെ കാണുന്നത്. ഓരോരുത്തർ പറയുമ്പോഴും അവരുടെ ജീവിതത്തിൽ ആ സമയം കൊണ്ട് അത് അവരുടെ ജീവിതത്തെ അത് ഇൻഫ്ലുവൻസ് ആയി, അത് അവരുടെ ജീവിതത്തിലെ ഇൻസൈറ്റ് കിട്ടുക എന്നാണ് കാണുന്നത്. കുരിശിൽ വലത്തുഭാഗത്ത് കിടക്കുന്ന കള്ളം പറയാണ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കണ്ടോ, അപ്പോൾ കർത്താവ് രാജാവാണെന്ന് അവന് മനസ്സിലായി. ആ രാജ്യത്വം ഭൗമിക രാജ്യത്വമല്ല എന്ന് മനസ്സിലായി. അവൻ രാജ്യത്വം പ്രാപിച്ച് വീണ്ടും വരുമെന്ന് ആ കള്ളന് മനസ്സിലായി. അവൻ മരിക്കാൻ പോവുക, ഇൻ ദ എഡ്ജ് ഓഫ് ഡെത്ത്. അവൻ മരണത്തിൻ്റെ ആ വക്രതയിലാണ്. പക്ഷെ അവൻ്റെ ഉൾക്കണ്ണ് തുറന്നുകൊണ്ട് അവൻ കാണുകയാണ് യേശു ക്രിസ്തു രാജാവായി വരും. ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരും ക്രൂശിൽ കിടന്ന് കാണുക. അപ്പോൾ കർത്താവ് പറയണം, അന്നല്ല, ടുഡേ, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അതാ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നമ്മുടെ ആന്തരികമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അനേകർക്ക് അത് മനസ്സിലായില്ലല്ലോ. ശതാധിപന് അവിടെ മനസ്സിലാകുന്നുണ്ട്, ഇവൻ നീതിമാൻ സത്യമെന്ന് അവൻ്റെ കണ്ണും തുറക്കുകയാണ് യേശുവിൻ്റെ മരണം കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻസൈറ്റ് അതാ അവിടെ പ്രത്യേകതയായിട്ട് കാണുന്നത്. നിൻ്റെ സന്തതി ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തി നിൻ്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. ദൈവം ചെയ്ത ആ ഉറപ്പ് അത് ദൈവം ഒരിക്കലും മാറ്റുന്നില്ല. അത് പിന്നീട് നമ്മൾ കാണുകയാണ്. ദാവീദിനോട് ചെയ്ത നിയമം ലംഘിക്കാത്തൊരു ദൈവം തലമുറകളോളം അവനെ സ്ഥിരപ്പെടുത്തുമെന്ന്, അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു രാജാവില്ലാതെ വരികയില്ല എന്ന് പറഞ്ഞിട്ട് ആ സിംഹാസനത്തിൽ എന്താണ് ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു അല്ലേ. ദാവീദിൻ്റെ തലമുറയിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു വന്ന് ജനിക്കുകയാണ്. അവൻ്റെ സിംഹാസനത്തെ എന്നേക്കും സ്ഥിരപ്പെടുത്തുമെന്ന് പറയുന്നത് ആ തലമുറ ശ്രേണിയിൽ കർത്താവായ യേശു ക്രിസ്തു വന്ന് അത് നിവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് പാടാനായിട്ട് സാധിക്കണം. തലമുറകളെ അവൻ്റെ വിശ്വസ്തത അറിയിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ ചേർക്കുന്നതിൽ കൂടെ നമുക്കും ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, ദൈവമേ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വിശ്വസ്തതകളെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോന്ന് ചിന്തിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില രോഗങ്ങൾ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിന്തിക്കുക, നമുക്കൊരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും, ഒരു പനി വന്നാൽ നമ്മുടെ ടേസ്റ്റ് എല്ലാം പോവുക, അഭിരുചികളെല്ലാം രസമുകളങ്ങളെല്ലാം അതിൻ്റെ പ്രവർത്തനമൊക്കെ മാറിപ്പോവുകയാണ്. അപ്പോൾ എല്ലാം നമ്മളൊന്നും എത്ര നിസ്സാരമാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഒരു സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണ് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. അവൻ്റെ കരവരുത്, അത് ദാവീദ് പറയുന്നു, ഭയങ്കരവും അതിശയമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന്. ഫിയർഫുള്ളി വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് പറയും. 139 സങ്കീർത്തനത്തിലൊരു വാക്യമാണ്. എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരെണ്ണം അതിൻ്റെ പ്രവർത്തനം മുടക്കിയാൽ പിന്നെ രുചി നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ പനി വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും വേണ്ട, അതൊന്നിനോട് രുചി കാണുന്നില്ല, ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുന്നില്ല, വേണ്ട, അതിനൊരു വിരക്തി നമുക്ക് തോന്നുകയാണ്. അപ്പോൾ നമുക്കൊരു നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് കുറച്ചായിട്ട് അത് രുചിയോടുകൂടി കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ എന്തെല്ലാം ബ്ലെസ്സിങ്സ് നമ്മളിലുണ്ട്. നമ്മളില്ലാത്തതിനെ ഓർത്ത് പലരും പരിഹരിക്കുമ്പോൾ നമ്മൾ ഉള്ളതായ നമ്മുടെ ബെനിഫിറ്റ്സിനെ ഓർത്ത് ഓരോന്നിനെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കൗണ്ട് ഓർ ബ്ലെസ്സിങ്സ്, നമ്മുടെ ബ്ലെസ്സിങ്സ് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ദൈവങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഈ ഏഥാൻ്റെ ധ്യാനത്തിൻ്റെ ഇത് പറഞ്ഞ പോലെ നമുക്കും ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിൻ്റെ കൃപകളെ ഓർക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലോടും ചെയ്ത നന്മകളെ ഓർത്ത് അവിടുത്തെ വിശ്വസ്തത ഇന്നയോടെ ഞങ്ങളെ കാത്തുവപ്പ. ഞങ്ങളെ വിശ്വസ്തരായി തീർന്നപ്പോഴും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആദ്യത്തോളം വിശ്വസ്തരായിരിക്കും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി അത് ഓരോരുത്തരും കേൾക്കുവാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുവാൻ അപ്പ കൃപ തരണമേ. ഞങ്ങൾക്ക് വിശ്വസ്തത, അവിടുത്തെ വിശ്വസ്തത ഞങ്ങൾക്ക് എന്നേക്കും പരിചയം കോട്ടയമായുള്ളതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നയോളം നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തുതി, ഞങ്ങളുടെ എല്ലാ അനുഗ്രഹത്തിനായി സ്തുതി, ബലത്തിനായി, ആരോഗ്യത്തിനായി, കർത്താവെ ഓരോ താലന്തുകൾക്കായി എല്ലാറ്റിനായി സ്തുതി, ഞങ്ങളുടെ ജീവിതത്തിനായി, ജീവശ്വാസത്തിനായി, ഞങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന എത്രയോ അനുഗ്രഹങ്ങൾ, നന്മകൾ എല്ലാറ്റിനും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്ന് അവിടുത്തെ കൃപ ഞങ്ങളിൽ കൂടെ വ്യാപരിക്കണമേ, നിന്റെ മഹത്വം ഞങ്ങൾക്കൂടെ വെളിപ്പെടണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ തിരുനാമത്തെ മഹത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.